കുഞ്ഞിത്തത്തയിലെ ഏറ്റവും പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ കയ്യിൽ ആരുടെയും കയ്യിൽ മൊബൈലില്ലല്ലോ, നമുക്കറിയാമല്ലോ. കാരണം മൊബൈൽ സ്ഥിരമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഗുണപരമല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായി മൊബൈലില്ലെന്നും എനിക്കറിയാം. അപ്പോൾ തീർച്ചയായും അമ്മയുടെയോ അച്ഛൻ്റെയോ കയ്യിലാണ് ഈ മൊബൈലുള്ളത്. അതിടയ്ക്ക് നമ്മുടെ ഈ പ്രോഗ്രാം കാണാനും അത്യാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ സമയക്ലിപ്തത വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നു. അതാണല്ലോ നമ്മുടെ രീതി, അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ തീർച്ചയായും ആ മാതാപിതാക്കൾ ഈ കാണുന്നുണ്ട്, നമ്മുടെ വീഡിയോ കേൾക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ തന്നെ അത് ഓരോ ചെറിയ പ്ലാറ്റ്ഫോമായി നമ്മുടെയൊക്കെ വീടുകൾ രൂപപ്പെടുന്നുണ്ട്, അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന തരത്തിൽ ഇതിൽ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ ഈ കുഞ്ഞിത്തത്തയിലെ സുഹൃത്തുക്കൾ, അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒക്കെ തന്നെ പലപ്പോഴും നേരിൽ ഫോണിൽ വിളിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കൊച്ചു സംവാദങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് മാതാപിതാക്കളെ ഉദ്ദേശിച്ചാണ്. ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് എന്നാണ് നമ്മുടെ സങ്കല്പം. തീർച്ചയായും തന്നെ അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത്, ആ കുഞ്ഞുങ്ങൾ നമ്മുടെ സമ്പത്താണെന്ന് പറയുമ്പോൾ നമ്മുടെ എന്ന് പറയുന്ന വാക്കിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നമ്മൾ ജന്മം കൊടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ അത് സമൂഹത്തിൻ്റേതാണ്, രാഷ്ട്രത്തിൻ്റേതാണ്. നാളെ രാഷ്ട്രത്തെ നിലനിർത്തുന്നത്, രാഷ്ട്രത്തെ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ട് വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാണ് ഒരുപക്ഷെ രാഷ്ട്രത്തിൻ്റെ തലവന്മാരായി മാറുന്നത്, വലിയ ശാസ്ത്രജ്ഞന്മാരായി വരുന്നത്, വലിയ ഫിലോസഫർമാരായി വരുന്നത്, നല്ല ഒന്നാന്തരം കർഷകരായിട്ട് വരുന്നത് ഒക്കെ ഈ പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ സർവീസ് മുഴുവൻ ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. ഒരു പങ്കേ നമുക്ക് കിട്ടുന്നുള്ളൂ, ബാക്കി മുഴുവൻ സമൂഹത്തിന് വേണ്ടിയാണ്, രാഷ്ട്രത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിലെ ഉത്തമന്മാരായ പൗരന്മാരെ വളർത്തിക്കൊണ്ട് വരുന്ന ജോലി കൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നത്. അവിടെ പലപ്പോഴും നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ഭാഗത്തിലേക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുക. ഞാൻ സൂചിപ്പിച്ചത് കുഞ്ഞുങ്ങളുടെ ശാരീരിക വളർച്ച, അവരുടെ ആരോഗ്യപരമായ പരിരക്ഷയുടെ ഒക്കെ കാര്യത്തിൽ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കാറുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാതാപിതാക്കൾ വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ, കേരളീയർ, നമ്മൾ വളരെ പ്രാധാന്യം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അമിതമായ പരിഗണന ഒരുപക്ഷെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ കൊടുക്കുന്നതിനേക്കാൾ ഒട്ടും കുറവല്ലാത്ത പരിഗണന നമ്മൾ ആ വിഷയത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ശാരീരിക വളർച്ചയും വിദ്യാഭ്യാസപരമായ വളർച്ചയും മാത്രമാണോ ആ കുഞ്ഞിനെ ഒരു പെർഫെക്റ്റായ സിറ്റിസണായി, സമ്പൂർണ്ണ ഗുണഭോക്താവായി മാറുന്ന, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഒരു വലിയ സന്തതിയായി മാറുന്ന, ഉത്തമ സന്തതിയായി മാറുന്ന ഒരു പൗരനായി മാറ്റുന്നതിൽ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാനസികമായ വളർച്ച, മനസ്സിൻ്റെ ആരോഗ്യം അതൊരു വലിയ ഘടകമാണ്. കുഞ്ഞുങ്ങളുടെ ബുദ്ധിപരമായ വളർച്ച അത് മറ്റൊരു ഘടകമാണ്. കുഞ്ഞുങ്ങളുടെ ചിന്താപരമായ വളർച്ച അത് മറ്റൊരു ഘടകം കൂടിയാണ്. അപ്പോൾ ചിന്താപരമായ വളർച്ച, ബുദ്ധിപരമായ വളർച്ച, മാനസികമായ വളർച്ച, ഇതെല്ലാം ശാരീരിക വളർച്ചയെപ്പോലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ പുരോഗതിയെപ്പോലെ വളർച്ചയെപ്പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പ്രാധാന്യവും പരിഗണനയും കൊടുക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയും. ചുട്ട വിരിയ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അവിടെ മുതൽ അതൊക്കെ നമ്മുടെ കാർഷിക രാജ്യവും കർഷകരും ഒക്കെ ആയതുകൊണ്ട് രാജ്യത്തെ നടത്തുന്ന കർഷകരാണല്ലോ നമ്മുടെ അന്നദാതാക്കൾ. അതുകൊണ്ടാണ് ഈ ചുട്ട എന്നൊക്കെ വരുന്ന സാധനം കൃഷിയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അപ്പോൾ ചുട്ടയിലെ ശീലം ചുടല വരെ നീണ്ടു നിൽക്കുകയാണ്. ആ ശീലം ആയി മാറുന്നത്, കുഞ്ഞുങ്ങൾക്ക് ശീലമായിട്ട് മാറുന്നത്, ശീലം പിന്നീട് സ്വഭാവമായിട്ട് മാറുന്നതാണ്. പക്ഷേ അവിടെ കുഞ്ഞുങ്ങളുടെ ചിന്താഗതി രൂപപ്പെടുത്തുന്നതിൽ, അവരുടെ മനസ്സിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട ആരോഗ്യമായി കൊണ്ടുവരുന്ന കാര്യത്തിൽ വളരെ ഗൗരവമായ ശ്രദ്ധ നമ്മൾ മാതാപിതാക്കൾ
കാണിക്കേണ്ടതുണ്ട്. എനിക്കറിയാവുന്ന വലിയ ധൈര്യം കാണിക്കുന്ന ഞാൻ വലിയ ധൈര്യശാലിയാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുകയും ഒരുപക്ഷെ അങ്ങനെ ആണെന്ന് നമുക്ക് വിശ്വസിക്കാനും ഒക്കെ കഴിയുന്ന സ്വന്തം പ്രവൃത്തിയിലൂടെ അങ്ങനെ തെളിയിച്ചിട്ടുള്ള ഒരാളിനെ എനിക്കറിയാം. ആ ആളിന് ഒരു ഗൗളിയെ കണ്ടാൽ ഭയമാണ്, ഒരു കൊമ്പനാനെ കണ്ടാൽ ഭയമില്ല, പക്ഷേ ഒരു ഗൗളിക്കുഞ്ഞിനെ കണ്ടാൽ ഭയമാണ്. മറ്റൊരാളിനെ എനിക്കറിയാം, ഒരു പാറ്റായെ കണ്ടാൽ അന്ന് ആ വീട്ടിൽ വിപ്ലവം സൃഷ്ടിക്കും. ആൾ വലിയ വിപ്ലവകാരിയാണ്, പക്ഷേ വിപ്ലവം സൃഷ്ടിക്കും. എന്തിന്? നമ്മളിത് പറയുമ്പോൾ മഹാനായ ലെനിന് ഈച്ചയുടെ മൂളൽ, ആ തേനീച്ച കടന്തൽ, അതിൻ്റെ മൂളൽ കേട്ടാൽ ഭയങ്കര ഭയമാണെന്നാണ് പറയുക. ഭയങ്കര ഭയമായിരുന്നു ആ മൂളൽ കേട്ടാൽ. പക്ഷേ ലോകത്തിൽ ചരിത്രം രചിച്ച ആളല്ലേ, ആ മഹാനായിരുന്നില്ലേ അദ്ദേഹം? അപ്പോൾ പല വ്യക്തികളിലും അവരുടെ ചെറുപ്പത്തിൽ ചെറുപ്രായത്തിൽ അവരുടെ മനസ്സിൽ കടന്നുകൂടുന്ന ചില ദൗർബല്യങ്ങളും അവരുടെ ചില വൈകല്യങ്ങളുമാണ് അത്തരത്തിൽ വന്ന് ഭവിക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ വളർച്ചയിൽ നമ്മൾ വലിയ പങ്ക് കൊടുക്കേണ്ടതുണ്ട്. ചിന്ത രൂപപ്പെടുത്തുന്നതിൽ ഉന്നതമായ ചിന്ത രൂപപ്പെടുത്തിയാൽ നമുക്കറിയാം, ചിന്തയിൽ നിന്നാണ് വാക്കുകൾ, പ്രവൃത്തി ഒക്കെ രൂപപ്പെടുന്നത്. പ്രവൃത്തി സ്ഥിരമാകുന്നതാണ് ശീലം, ശീലമാണ് സ്വഭാവമായി മാറുന്നത്. നമുക്കറിയാം, ഇതെല്ലാം നമുക്ക് വേണ്ട ഘടകങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഉന്നതമായ ചിന്ത ഉണ്ടാക്കി വരണമെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ ആ തരത്തിലേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു കൊണ്ടുപോകണം. വളരെ നിസ്സാരങ്ങളായ ചില കാര്യങ്ങൾ പറഞ്ഞു കുഞ്ഞ് ചില കാര്യങ്ങൾക്ക് വഴക്കിടുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലും അതിൻ്റെ ചിന്ത നമ്മൾ തിരിച്ചുവിടേണ്ടത് വളരെ ഔന്നത്യങ്ങളിലേക്ക് ആ ചിന്ത തിരിച്ചുവിടണം. ഇത് പറയുമ്പോൾ ശരിയോ തെറ്റോ എന്നറിയില്ല, സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ഒരു കഥ കേൾക്കുന്നുണ്ട്. 5 വയസ്സുള്ള ഒരു സമയത്ത് താടിക്ക് കൈയും കൊടുത്ത് സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയെന്ന് ചോദിച്ചു, എന്താ മോനെ ചിന്തിക്കുന്നത്? എൻ്റെ രാജ്യത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഉള്ള കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ചിന്തിച്ചു, എൻ്റെ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടി അതിൻ്റെ കാര്യവും കുറിച്ച് ഞാൻ ചിന്തിച്ചു. അത് സന്യാസിയാവണമോ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു. 5 വയസ്സുള്ളപ്പോഴാ കുഞ്ഞ് പറഞ്ഞെന്ന് ഓർക്കണം. അപ്പോൾ അതിനെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആ ചിന്ത ഉന്നതമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചിന്തയിലേക്ക് തിരിച്ചുവിടാൻ ചെറുപ്രായത്തിൽ നമുക്കത് കഴിയും. അവിടെ തിരിച്ചുവിടുന്നു. ആ തരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുത്ത്, ആ തരത്തിൽ അവർക്കൊരു മൂല്യം ഉണ്ടാകത്തക്ക തരത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുത്ത് അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. മറ്റൊന്ന് മാനസികമായി. പലപ്പോഴും നമുക്കറിയാം, മനസ്സിൻ്റെ കാര്യത്തിൽ മനസ്സാണ് ഏറ്റവും വലുത്. നമ്മുടെ ശരീരത്തെ കൊണ്ടൊക്കെ തന്നെ പ്രവൃത്തിയെടുപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഈ ലോകത്തൊരു പക്ഷേ നമുക്കൊന്നും കീഴടക്കാൻ വയ്യാത്ത അജയ്യമായ ശക്തി നമ്മുടെ മനസ്സാണ്. പക്ഷേ ആ മനസ്സിനെ പലപ്പോഴും അടിച്ചിരുത്തുന്ന തരത്തിലായിരിക്കും വീട്ടിലെ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും തന്നെ രൂപപ്പെടുന്നത്. വേണ്ടത്ര ഗൗരവം കൊടുക്കാത്തതുകൊണ്ടാണ്. വീട്ടിലുണ്ടാകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ കൊണ്ടാണ് അവരെ അത് മോശക്കാരനാക്കി മാറ്റാതെയും മിടുക്കനായി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മളറിയാം. വളരെ ലോകപ്രശസ്തനായ ഒരു വ്യക്തിത്വം, അത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാനിട്ട് തരികയാണ്. ലോകപ്രശസ്തനായ ഒരു വ്യക്തിത്വം, അദ്ദേഹത്തെ പഠിക്കുമ്പോൾ വളരെ മോശക്കാരനാണെന്നുള്ളതുകൊണ്ട് സ്കൂളിൽ നിന്ന് അധ്യാപകൻ കത്തെഴുതി കൊടുത്തു വിടുന്നു. ഈ കുഞ്ഞിന് തീരെ പഠിക്കാൻ ബോറനാണ്, ഇവിടെ പഠിപ്പിക്കാൻ തയ്യാറല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം നോക്ക് എന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്തു വിടുകയും അമ്മ ആ കത്തെടുത്ത് വായിച്ചതിന് ശേഷം, നീ വളരെ മിടുക്കനായ കുഞ്ഞാണ്, ഈ വളരെ 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 കേവനായ കുഞ്ഞാണ്, അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ നിലവാരത്തിലല്ല, വേറെ ഇതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ സ്കൂളിൽ അയക്കണം എന്ന് പറഞ്ഞാണ് ഈ കത്തിൽ കുറിച്ചിരിക്കുന്നത് വായിച്ച് കേൾപ്പിക്കുകയും അവിടെ മുതൽ ആ കുഞ്ഞിനുണ്ടായ മാറ്റം ഒരു വലിയ പ്രതിഭയായി വളർന്നു വരികയും പിൽക്കാലത്ത് അമ്മയ്ക്ക് ശേഷം അമ്മയുടെ പെട്ടി പൊട്ടിച്ച് നോക്കുന്ന സമയത്താണ് വളരെ ബോറായ തരത്തിലാണ്, അതായത് വെറും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെറും മൊണ്ണയാണെന്നുള്ള നിലയിലാണ് ആ കത്ത് കൊടുത്ത് വിട്ടിരുന്നത് എന്ന കാര്യം നമ്മൾ കഥ കേട്ടിട്ടുണ്ട്. അതാരാന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എല്ലാം ചിന്തിക്കണമല്ലോ. അപ്പോൾ ചിന്തിക്കണം. അപ്പോൾ അവിടെ പക്ഷേ അന്ന് അദ്ദേഹം ചിന്തിച്ചത്, ഒരു പക്ഷേ കത്തിലെ യഥാർത്ഥ വിവരം വായിച്ച് കേൾപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രതിഭയായി ഞാൻ മാറുമായിരുന്നില്ല എന്ന ചിന്ത അദ്ദേഹത്തിന് ഉരുത്തിരിഞ്ഞിട്ടുണ്ടാവണം, ഒരു തർക്കവും വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, കുഞ്ഞുങ്ങളെ മാനസികമായി വ്യാപകമായ അർത്ഥത്തിൽ ആ മനസ്സിന് വളർച്ച കിട്ടത്തക്ക തരത്തിലായിരിക്കണം ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളെയും നമ്മൾ വീട്ടിൽ കാണേണ്ടത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുകയല്ല. അതുപോലെ തന്നെ ബുദ്ധിപരമായി ബൗദ്ധിക സമ്പത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിപരമായ ഒരു വളർച്ചയിലേക്ക് കടക്കത്തക്ക തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഞാനിത് വലിയ വിപുലമായി നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയല്ല ഈ വീഡിയോ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്,
കുഞ്ഞുങ്ങളോട് നമ്മൾ സമീപിക്കേണ്ട സമീപനം അവരുടെ വളർച്ച, അവരുടെ ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ, അവരുടെ ആഹാരകാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, ശരീരത്തിൻ്റെ വളർച്ച നോക്കിയാൽ പോരാ. അവിടെ നമ്മൾ നോക്കേണ്ടത് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ, സ്കൂളുകളിൽ കോളേജുകളിൽ ഔപചാരിക വിദ്യാഭ്യാസം അയക്കുന്നത് വളരെ തുച്ഛമായൊരു സാധനം. പണ്ട് നമ്മുടെ നാട്ടിൽ ചുമ്മാ പറയും 1/4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഔപചാരികമായി ലഭിക്കുന്നുള്ളൂ എന്ന് പറയും. 1/4 പോലും ഇല്ല. അതിനേക്കാൾ എത്രയോ ബൃഹത്താണ് ഇന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസം. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇൻ്റർനെറ്റിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ, നെറ്റിൻ്റെയൊക്കെ ഉപയോഗത്തിലൂടെ ലോകത്തിൻ്റെ വൈജ്ഞാനിക സമ്പത്തിനെ നമ്മുടെ വിരൽത്തുമ്പിൽ കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ സ്വാഭാവിക കോളേജിലോ സ്കൂളിലോ ഒക്കെ പോയി പഠിക്കുന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങളെ ഭാഗമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അഥവാ വേറൊരു ഭാഷ വേണമെങ്കിൽ പറയാം, അതിനെ മഹത്വവൽക്കരിച്ച് പറയാം. പഠിക്കാൻ പ്രാപ്തരാക്കുന്നതേ ഉള്ളൂ ഈ വിദ്യാഭ്യാസം, ഔപചാരിക വിദ്യാഭ്യാസം. പഠനം വേറെയാണ് കിടക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്നതും അല്ലാതെ കിട്ടുന്നതും നമ്മൾ സ്വയം ചിന്തിച്ചെടുക്കുന്നതും അങ്ങനെ പലതര പ്രകൃതിയിൽ നമുക്ക് ലഭിക്കുന്ന, പല രൂപത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ അറിവുകൾ വികസിപ്പിച്ചുകൊണ്ട് വരുന്നതിനെല്ലാം അടിത്തറ എന്ന് പറയുന്നത് കുഞ്ഞിന് വീട്ടിൽ കിട്ടുന്ന വിദ്യാഭ്യാസമാണ്. കുഞ്ഞിന് വീട്ടിൽ കിട്ടുന്ന വിദ്യാഭ്യാസമാണെന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ മാനസികമായ വളർച്ച. ഇപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്. ഇളയ കുഞ്ഞിൻ്റെ കാര്യം, മൂത്തവൻ വെറും മൊണ്ണയാന്ന്, മറ്റേ രണ്ടാമത്തേതോ അപ്പോൾ പോയി വിളിക്കുക. ആ കുഞ്ഞുങ്ങളുടെ കേക്കലാണ് പറയുന്നത്. അപ്പോൾ ആ മൂത്ത കുഞ്ഞ് അറിയാതെ തന്നെ എൻ്റെ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്, ഞാനൊരു മൊണ്ണയാണ്. അപ്പോൾ കുഞ്ഞു മൊണ്ണയായിട്ട് വരിക പഠനത്തിന് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ കുഞ്ഞു മാനസിക വളർച്ചയ്ക്ക് നമ്മൾ ആ കുഞ്ഞിൻ്റെ മനസ്സെന്നൊരു സാധനം ഉണ്ടെന്നും അതിൻ്റെ ശ്രേഷ്ഠതയാണ് ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നതെന്നും ആ കുഞ്ഞിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ആ കുഞ്ഞിൻ്റെ മനസ്സിനെ അടിച്ചിരുത്തത്തക്ക തരത്തിലുള്ള ഒന്നും തന്നെ കുഞ്ഞിനോട് പറയാതെ സംസാരിക്കാതെ ഇരിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഒരു കുഞ്ഞ് വന്ന് നമ്മളോട് സംശയം ചോദിക്കുന്നു, അമ്മ എന്ന് പറഞ്ഞൊരു സംശയം ചോദിക്കുക, അല്ലെ അച്ഛാ സംശയം ചോദിക്കുക. അപ്പോഴാണ് വേറൊരു വലിയ ചീഫ് ഗസ്റ്റ് നമുക്ക് വന്ന് കയറുന്നത്. കുഞ്ഞിനെ വിട്ടേച്ചാൽ ചീഫ് ഗസ്റ്റിനെ പറയുമോ പോകരുത്. നമ്മുടെ ആ കുഞ്ഞ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. ഉത്തരം കൊടുത്തതിന് ശേഷമേ അപ്പുറത്ത് പോകാവൂ. എന്ന് മാത്രമല്ല, ആ കുഞ്ഞുങ്ങളെ നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വന്ന് സംസാരിക്കുന്നു, നമ്മുടെ മറ്റ് വിശിഷ്ട അതിഥികൾ വരുന്നു, ആര് വന്നാലും ശരി, ആ കുഞ്ഞുങ്ങൾ അകത്തുകൂടാ ഒരൊറ്റ ഓടി അകത്ത് പോകണമെന്നല്ല. കുഞ്ഞിത് കാണണം, കുഞ്ഞിത് അറിയണം, കുഞ്ഞിത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും അവർ കഴിയണം. എന്ന് മാത്രമല്ല, നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ ചെറുപ്പകാലം മുതൽ നമ്മൾ അനുഭവിച്ചു വന്നിരുന്ന ചില തിക്താനുഭവങ്ങളും ഉണ്ടാവും. ഇന്ന് നമ്മുടെ അധ്വാനം കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ വളരെ മെച്ചപ്പെട്ട രൂപത്തിലായിരിക്കും കുഞ്ഞുങ്ങൾ ഇന്ന് ജീവിച്ചു വരുന്നത്. പക്ഷേ നമുക്കതായിരുന്നില്ല. പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ആ ഒരു കാലഘട്ടം നമ്മുടെ ബാല്യകാലത്തുണ്ടായെന്നിരിക്കുക. നമ്മുടെ മാതാപിതാക്കളുടെ ഒരു സാഹചര്യത്തിലാണ് അവർ വളർന്നു വന്നതെങ്കിൽ ഉണ്ടായെന്നിരിക്കുക. ആ അവസ്ഥകളടക്കം കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. നമുക്കുണ്ടായിട്ടുള്ള, നമ്മുടെ ഈ മനുഷ്യായുസ്സ് മുഴുവൻ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ എടുത്തു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങളോട് ചുമ്മാതിരിക്കുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് ചിന്തിക്കാൻ കഴിയും. അവരത് ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ അറിവ്, നമ്മളിൽ പ്രകൃതിദത്തമായിട്ടോ നമ്മൾ ഔപചാരികമായിട്ടോ അനൗപചാരികമായിട്ടോ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞ വ്യത്യസ്ത മേഖലകളിലെ അറിവുകൾ മുഴുവൻ കുഞ്ഞുങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കണം എന്ന വികാരത്തിൽ മുഴുവൻ പറയാനൊന്നും കഴിയില്ലായിരിക്കാം. അവരുടെ പറഞ്ഞു മനസ്സിലാക്കുന്ന തരത്തിലേക്ക് വരണം. അപ്പോൾ പാസ്റ്റ് അവർക്ക് മനസ്സിലാവും, ഈ കാലഘട്ടത്തിൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മനസ്സിലാവും. അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചോദ്യങ്ങൾ, ചിന്തകൾ, അതിനെയൊക്കെ നമുക്ക് ഉയർത്തിയും വളർത്തിയും കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്ന രൂപത്തിൽ മാനസികമായ വളർച്ചയുടെ കാര്യത്തിൽ, മനസ്സിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗൗരവമായ പ്രാധാന്യം, പരിഗണന നമ്മൾ നൽകേണ്ടതുണ്ട്. അതുപോലെയാണ് അവരുടെ ബൗദ്ധിക സമ്പത്തിൻ്റെ വികാസം, അതിൻ്റെ വളർച്ച. ആ വളർച്ചയിലും നമ്മൾ നമ്മുടേതായ സംഭാവനകൾ നൽകണം. ചെറുപ്രായത്തിൽ അതിന് അവസരം ഒരുക്കി കൊടുക്കണം. അതിലെല്ലാം ഉപരിയാണ് ചിന്ത. ഉന്നതമായ നിലവാരത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആ കുഞ്ഞുങ്ങളെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നതിന് മറ്റാർക്കും കഴിയില്ല, മാതാപിതാക്കൾക്കേ കഴിയൂ. കാരണം അവർ ജനിച്ചു വരുന്ന സമയത്ത് തീർച്ചയായും അവരുടെ ബൗദ്ധിക മണ്ഡലം, അവരുടെ ചിന്തയുടെ മണ്ഡലം, അവരുടെ അറിവിൻ്റെ മണ്ഡലം ശൂന്യമാണ്. ആ ശൂന്യമായ ഒന്നിൽ നമുക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയും. അത് തീർച്ചയായും വളരെ ആകാംക്ഷയോടെ ആയിരിക്കും ആ കുഞ്ഞുങ്ങൾ എന്തും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന അവസ്ഥ. ഇന്നിപ്പോൾ നമുക്കറിയാം, നമുക്ക് പലപ്പോഴും നവമാധ്യമങ്ങളിലൂടെ, നമ്മുടെ TV-യിലൂടെ, ചാനലിലൂടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. 1 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ ഓരോ മേഖലയിലെ പെർഫോമൻസ്,
2, 3, 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വിവിധങ്ങളായ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനകത്തൊന്നും ഒരു അത്ഭുതവും ഇല്ല. കാരണം അവർക്ക് അതിന് അവസരം കിട്ടിയെന്നുള്ളതിൻ്റെ പ്രത്യേകത. ആ അവസരം നമ്മുടെ കുഞ്ഞിന് കിട്ടിയാൽ ഇത് കഴിയുന്നതാണ്. അത് എന്താ കാരണം? അതിൻ്റെ ശൂന്യമായ ബൗദ്ധിക മണ്ഡലത്തിലേക്ക്, ശൂന്യമായ ചിന്താമണ്ഡലത്തിലേക്ക്, അതിൻ്റെ ശൂന്യമായ അറിവിൻ്റെ മണ്ഡലത്തിലേക്ക് നമ്മൾ എന്തു കൊടുത്താലും അത് തീർച്ചയായും അത് വശീകരിച്ചെടുക്കാനുള്ള ഒരു വശ്യത, അതിൻ്റെ ശേഷി അവരിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്യിപ്പിക്കേണ്ടത് ആ രൂപത്തിലാണ് നമ്മൾ അത് ഫില്ല് ചെയ്യേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം കൂടെ സൂചിപ്പിക്കുന്നു. ഒരു ഗ്ലാസ് വെറും 4 ഗ്ലാസ്സാണെന്ന് പറയുമെങ്കിൽ അതിനകത്ത് വായു ഉണ്ടാവും. അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചാൽ നമ്മൾ 1 ഗ്ലാസ് പച്ചവെള്ളമായി. പാലൊഴിച്ചാൽ 1 ഗ്ലാസ് പാലായി. അതുപോലെ തന്നെ നമ്മൾ തേനൊഴിച്ചാൽ 1 ഗ്ലാസ് തേനായി. അപ്പം നമ്മൾ എന്താണോ ഒഴിച്ചു കൊടുക്കുന്നത് അതാണ് നിറയുന്നത്. കുഞ്ഞുങ്ങളുടെ ശൂന്യമായ അറിവിൻ്റെ മണ്ഡലത്തിലേക്ക്, ബോധമണ്ഡലത്തിലേക്ക്, ചിന്താമണ്ഡലത്തിലേക്ക് നമ്മൾ എന്താണോ ഒഴിച്ചു കൊടുക്കുന്നത്, എന്താണോ നിറച്ചു കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക, അതാണ് അവിടെ നിറയുക. അതിന് ഏറ്റവും വലിയ പ്രാധാന്യം ഈ കാര്യത്തിന് കൊടുക്കണം എന്ന കാര്യത്തെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ. ഇത് നിങ്ങൾക്കറിയാൻ പാടില്ലാത്തതല്ല, പക്ഷേ അറിയാവുന്ന കാര്യമാണെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോഴാണല്ലോ അത് മനസ്സിലാവുക എന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ തയ്യാറാകുന്നുള്ളൂ. ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ്.